بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അള്ളാഹു നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ അമലുകളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഈ പഠനം കൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ലക്ഷ്യമാക്കപ്പെടണമോ അതൊക്കെയും ലക്ഷ്യമാക്കി നിയത്ത് വെച്ച് പരിപൂർണമായ രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ബദർ യുദ്ധത്തിൻ്റെ ആവേശകരമായ ചരിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചു. ഇന്നതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കേണ്ടത്. ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം അല്ലേ. എന്തിനു വേണ്ടിയായിരുന്നു റസൂലുള്ള യഥാർത്ഥത്തിൽ ബദറിൽ പുറപ്പെട്ടത്? ഒരു യുദ്ധത്തിന് വേണ്ടിയായിരുന്നു? മക്കാ മുശ്രിക്കുകളുമായി പോരാട്ടം നടത്താൻ വേണ്ടിയായിരുന്നു? അല്ല. മുസ്ലിമീങ്ങളിൽ നിന്നും മറ്റും കൊള്ളയടിച്ചതും അല്ലാത്തതുമായ സമ്പത്തും കൊണ്ട് മക്കാ മുശ്രിക്കുകളിൽപ്പെട്ട അധിക ആളുകളുടെയും സമ്പത്ത് കൊണ്ട് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കച്ചവട സംഘം മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞ് ആ കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും പുറപ്പെട്ടത്. നമ്മൾ പറഞ്ഞു ആ പുറപ്പെടൽ വളരെ പെട്ടെന്നുള്ള പുറപ്പെടലായിരുന്നു. ആരുടെയൊക്കെ കൂടെ വാഹനമുണ്ട് അവരൊക്കെ പെട്ടെന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞു. കാരണം ലേറ്റാക്കാൻ പറ്റില്ല, താമസിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സഹാബാക്കളുടെ എണ്ണം വളരെ കുറവായിരുന്നു. എത്ര സഹാബികൾ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? ഒന്നെങ്കിൽ 313, അതല്ലെങ്കിൽ 317. 300 ചില്ലറ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എത്രയാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 88ഓളം മുഹാജിരീങ്ങളും ബാക്കിയുള്ളത് മുഴുവനും അൻസാരികൾ. അതിൽ 59ഓളം പേരും ഔസ് ഗോത്രക്കാർ, ബാക്കിയുള്ള 170 പേര് ഖസ്റജ് ഗോത്രക്കാർ. ഔസ് ഗോത്രക്കാരായിരുന്നു സാധാരണ യുദ്ധത്തിലൊക്കെ ഭയങ്കര ആവേശം കാണിച്ചിരുന്നത്. പക്ഷേ എന്നിട്ടും അവരുടെ എണ്ണം കുറവാകാനുള്ള കാരണം എന്താ? റസൂലുള്ള ആരുടെയൊക്കെ കൂട്ടത്തിൽ ഒട്ടകമുണ്ട് അവർ പെട്ടെന്ന് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. ഔസ് ഗോത്രക്കാരുടെ വീടും അവരുടെ ഒട്ടകങ്ങളും ഒക്കെ വളരെ ദൂരത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പോയി എടുത്തു കൊണ്ടുപോകാനുള്ള സമയം തികയാത്തത് കൊണ്ട് ഔസ് ഗോത്രത്തിൽപ്പെട്ട പലർക്കും ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. ഈ 313 അല്ലെങ്കിൽ 317 പേർക്കും കൂടി എത്ര ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു? വെറും 70 ഒട്ടകൾ അല്ലേ. കുതിരകൾ 2 കുതിരകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടകങ്ങൾ വെറും 313 പേർക്ക് അല്ലെങ്കിൽ 317 പേർക്ക് 70 ഒട്ടകങ്ങളാണ് യാത്ര ചെയ്യാനുണ്ടായത്. എത്ര ദൂരം യാത്ര ചെയ്യണം? മദീനത്ത് നിന്ന് ബദർ വരെ 150 കിലോമീറ്റർ ഇപ്പോഴത്തെ കണക്ക് പ്രകാരമുണ്ട്, നല്ല റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ. അന്ന് മലകളും മരുഭൂമിയൊക്കെ താണ്ടിയിട്ട് 150 കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പം ഒരു ഒട്ടകത്തിൽ തന്നെ 3-4 ആളുകൾ ഊഴം വെച്ചിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. അതിൽ പ്രമാണിയെന്നോ നേതാവെന്നോ കാലാൽപ്പടയെന്നോ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. റസൂലുള്ള അടക്കം ഊഴം വെച്ചിട്ടായിരുന്നു യാത്ര ചെയ്യുന്നത്. നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു ആ യാത്രയിൽ? അലി റളിയല്ലാഹു അൻഹു, മാഷാ അല്ലാഹ് നല്ല ഓർമ്മ ഉണ്ടല്ലേ. അബൂ ലുബാബ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഇവർ 2 പേരായിരുന്നു നബി തങ്ങളുടെ കൂട്ടത്തിൽ ഊഴം വെച്ച് യാത്ര ചെയ്തിരുന്നത്. അതിൻ്റെ ഇടയിൽ നടന്ന സംഭവമൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ മറ്റൊരു ഒട്ടകത്തിൽ ഊഴം വെച്ച് യാത്ര ചെയ്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഇവർ 3 പേരും ഒരു ഒട്ടകത്തിലായിരുന്നു. പിന്നെ വേറൊരു ഒട്ടകത്തിൽ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, അതേപോലെ വേറെ 2 സഹാബികൾ. ഇങ്ങനെ ഒരു എന്താ പറയുക, കഷ്ടപ്പാടാണെങ്കിലും പ്രാരാബ്ധമാണെങ്കിലും നമുക്ക് പറയുമ്പം ആഗ്രഹം തോന്നുന്ന, കൊതി തോന്നുന്ന, അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു യാത്ര അല്ലേ.
നമ്മളെപ്പോഴും പറയാറുണ്ട്, നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ, നല്ല സഹയാത്രികരുണ്ടെങ്കിൽ ഏത് യാത്രയും ഭയങ്കര മനോഹരമായിരിക്കും, എന്നും ഓർമ്മ നിൽക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പം അല്ലേ, അബൂബക്കറും ഉമറും അബ്ദുറഹ്മാനും ഔഫൊക്കെ ഊഴം വെച്ച് യാത്ര ചെയ്യുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വല്ലാത്തൊരു രസമായിരിക്കും. അങ്ങനെ അവർ ഏത് ഭാഗത്തേക്കാണ് യാത്ര ചെയ്തത്? ദുൽഹുലൈഫ. ഇപ്പം മദീനത്ത് നിന്ന് ഉംറക്ക് പോയവർ ദുൽഹുലൈഫ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മീഖാത്തുള്ളത്. അവിടെ എത്തിയിട്ടാണ് നമ്മൾ ഇഹ്റാമൊക്കെ കെട്ടുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഉംറക്ക് പോകുമ്പോൾ, മദീനത്ത് നിന്ന് ഉംറക്ക് പോകുമ്പം ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, റസൂലുള്ളയും ഈ 317 പേരെയും കൂട്ടിയിട്ട് ആ ഭാഗത്തേക്കായിരുന്നു ആദ്യം യാത്ര തിരിച്ചത്. കാരണം ദുൽഹുലൈഫയിൽ എത്തിയിട്ടാണ് മക്കയിലേക്ക് തിരിയേണ്ടവർ മക്കയിലേക്ക് തിരിയേണ്ടത്, ബദറിലേക്ക് തിരിയേണ്ടവർ ബദറിലേക്ക് തിരിയേണ്ടത്. അപ്പോൾ ദുൽഹുലൈഫയുടെ ഭാഗത്തേക്ക് യാത്ര തിരിച്ച്, പക്ഷേ യാത്ര തുടങ്ങിയ ഉടനെ 1 കിലോമീറ്റർ അപ്പുറം റസൂലുള്ള വീണ്ടും തമ്പടിച്ചു. അതവിടെ രാപ്പാർക്കാനോ തമ്പടിക്കാനോ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് സൈന്യത്തെ ക്രമീകരിക്കാനും സൈന്യത്തെ ഒന്ന് ക്രോഡീകരിക്കാനും വേണ്ടിയായിരുന്നു. കാരണം ഈ പുറപ്പെടാൻ പറഞ്ഞപ്പോൾ പുറപ്പെട്ടതിൽ കുറേ കുട്ടികളുണ്ട്, യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അപ്പോൾ കുട്ടികളെ തിരിച്ചയക്കണം, വലത് വിങ്ങിൽ ആരെ നിൽക്കണമെന്ന് തീരുമാനിക്കണം, ഇടത് വിങ്ങിൽ ആരെ നിൽക്കണമെന്ന് തീരുമാനിക്കണം, സൈന്യത്തിൻ്റെ കൊടി അതാരാണ് വഹിക്കേണ്ടതെന്ന് തീരുമാനിക്കണം, ഇതൊക്കെ തീരുമാനിക്കണം. അങ്ങനെ സൈന്യത്തെ ക്രമീകരിക്കാൻ വേണ്ടി 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് റസൂലുള്ള നിർത്തി. ഇന്ന് കൃത്യമായി പറഞ്ഞാൽ നമ്മളെ ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ്റെ മ്യൂസിയം ഇന്ന് മദീനത്തുള്ള ആ സ്ഥലത്ത്, മദീനത്ത് പോകുമ്പോൾ അതും ശ്രദ്ധിക്കണം, ആ സ്ഥലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യമായിട്ട് തമ്പടിക്കുന്നത്. അവിടെ വെച്ച് റസൂലുള്ള സൈന്യത്തെ മുഴുവൻ ഇങ്ങനെ നോക്കി. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കുട്ടികളെ കണ്ടു. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം, ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ അതിൽ കുട്ടികളും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. 9, 10, 11 വയസ്സുള്ള കുട്ടികൾ. അവരൊക്കെ റസൂലുള്ള വിളിച്ചിട്ട് ഒരുപാട് പേരെ തിരിച്ചയച്ചു. ആ തിരിച്ചയച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ, റാഫി ബിൻ ഖദീജ്, ബറാ ബിൻ ആസിം, ഉസൈദ് ബിൻ ഹുലൈർ, സെയ്ദ് ബിൻ സാദിത്, സെയ്ദ് ബിൻ അർക്കം റളിയല്ലാഹു അൻഹും ജമീഅൻ. ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചയച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമേ ബദറിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ പോയിട്ടുള്ളൂ. അതാരാന്നറിയാം? ആ ഭാഗ്യം ആർക്കാ കിട്ടിയ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം യുദ്ധം ചെയ്യാൻ വേണ്ടി പോയതായിരുന്നില്ല. റസൂലുള്ള കുട്ടികളെ ആ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല, മറിച്ച് റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അനസ് ബിൻ മാലിക്കിന് മാത്രം വരാൻ വേണ്ടിയിട്ടുള്ള അനുവാദം നൽകി. മദീനത്ത് എത്തിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയായിട്ട് ഏറ്റവും കൂടുതൽ സഹവസിച്ചത്, ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തിയ, മഹാഭാഗ്യം കിട്ടിയ നബിതങ്ങളുടെ ഭൃത്യൻ ഖാദിം എന്നറിയപ്പെടുന്ന സഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ നമുക്ക് നബിതങ്ങളുടെ സീറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കുറച്ച് പറയണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം എന്ന അൻസാരി വനിത സഹാബിയയുടെ മകനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇസ്ലാം ആദ്യകാലത്ത് മദീനയിലെത്തിയ ആദ്യകാലത്ത് തന്നെ ഉമ്മു സുലൈം മുസ്ലിമായി. അതിനുശേഷം ഈ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ ഉമ്മു സുലൈമിൻ്റെ ഭർത്താവ് മാലിക്കിൻ്റെ മുന്നിൽ അവർ ഇസ്ലാം അവതരിപ്പിച്ചു. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല. ദേഷ്യം പിടിച്ച് നാട് വിട്ട് ഷാമിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോയി. അങ്ങനെ റസൂലുള്ളാഹി മദീനയിലേക്ക് വന്നതിന് ശേഷം അൻസാരികളൊക്കെയും സന്തോഷത്തോടു കൂടി റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് നബിതങ്ങളുടെ വീട്ടിലേക്ക് പോയി, സലാം പറയാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഉമ്മു സുലൈം റസൂലുള്ളാഹിയുടെ അടുത്ത് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് കൊടുക്കാനുള്ള സമ്മാനങ്ങളൊന്നുമില്ല. ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, കഷ്ടപ്പാടാണ്. ഭർത്താവ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. പിന്നീട് അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവാണ് വിവാഹം ചെയ്യുന്നത്. അപ്പോൾ വേറൊന്നും കാണാത്തത് കൊണ്ട് വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൻ അനസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയി. ആ പോകുന്നതിനെ പറ്റി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഖദ് അസ്സറത്നി ഉമ്മി ബിബഅലി ഖിമാരിഹ വറദ്ദത്നി ബിൽ ബഅൽ. എനിക്ക് എൻ്റെ ഉമ്മ അവരുടെ ഒരു ഷാള് പകുതിയാക്കിയിട്ട് ആ പകുതി കഷ്ണം കൊണ്ട് എന്നെ മുണ്ടുടുപ്പിക്കുകയും ബാക്കി പകുതി കഷ്ണം എനിക്ക് മേൽമുണ്ടായി ഇട്ടേറുകയും ചെയ്തിട്ട് എൻ്റെ കയ്യും പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി. അവിടെ എത്തിയിട്ട് എൻ്റെ ഉമ്മ പറഞ്ഞു, ഹാദാ ഉനൈസുൻ ഇബ്നി, അല്ലാഹുവിൻ്റെ റസൂലേ, ഇതെൻ്റെ പൊന്നുമോൻ അനസാണ്. അതൈതുക ലിയഖ്ദിമക, ഞാൻ ഇവനെ കൊണ്ടുവന്നത് അങ്ങയുടെ ഖാദിമാക്കാൻ വേണ്ടിയാണ്, അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവനെ സ്വീകരിക്കണം, ഫദ്ഉല്ലാഹ ലഹു, ഇവന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി വളരെ സന്തോഷത്തോടു കൂടി ആ സഹാബിയെ ഏറ്റെടുത്തു, സ്വീകരിച്ചു. 4 ദുആക്കൾ ആ സമയത്ത് റസൂലുള്ളാഹി അനസിന് വേണ്ടി ചെയ്തു റളിയല്ലാഹു അൻഹു. 4 ദുആക്കൾ ചെയ്തു. എന്തൊക്കെയാ ദുആ? അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വവലദിഹി വഅതിൽ ഹയാതഹു വഅദ്ഖിൽഹുൽ ജന്ന. 4 ദുആക്കൾ. 1, അല്ലാഹുവേ ഇവൻ്റെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ, ഇവൻ്റെ സന്താനത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ, ഇവൻ്റെ ആയുസ്സിനെ നീ നീട്ടിക്കൊടുക്കണേ, ഇവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. അനസ് റളിയല്ലാഹു അൻഹു പറയുക,
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ 4 ദുആക്കളിൽ 3 ദുആയും സത്യമായി പുലരുന്നത് നേരിട്ട് കണ്ടു. 4-മത്തതും ഇൻഷാ അല്ലാഹ് സത്യമായി പുലരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പറയാം. എന്താ സത്യമായി പുലർന്ന 3 ദുആ? ഒന്ന്, സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു. അദ്ദേഹം പറയാ, ബാക്കിയുള്ള മദീനത്തെ എല്ലാ തോട്ടങ്ങളിലും വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ ഫലം കായ്ക്കുള്ളൂ. പക്ഷെ എൻ്റെ തോട്ടത്തിൽ മാത്രം റസൂലിൻ്റെ ബറക്കത്ത് കൊണ്ട് വർഷത്തിൽ 2 പ്രാവശ്യം ഫലം കായ്ക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പത്തുള്ള ആൾ ഞാനാണ്. രണ്ടാമത്, സന്താനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. എൻ്റെ സന്താനങ്ങളും മക്കളും പേരക്കുട്ടികളും അധികരിച്ച് 100 കവിഞ്ഞ് 100-ലധികം ആളുകളെ ഞാൻ എണ്ണിയെടുക്കുന്ന അവസ്ഥ വരെ എത്തി. മൂന്നാമത്തത്, എൻ്റെ ആയുസ് ദീർഘിപ്പിക്കണേ എന്നുള്ള അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു. അദ്ദേഹം ഏകദേശം വഫാത്താകുന്നത് ഹിജ്റ 92 അല്ലെങ്കിൽ 94. റസൂലുള്ള ഹിജ്റ 1 അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? 10 വയസ്സുണ്ട്. അപ്പോൾ 92, 94 വഫാത്താകും, ഏകദേശം 102 അല്ലെങ്കിൽ 104 വഫാത്തുണ്ട്. അദ്ദേഹം പറയാം, ഈ 3 ദുആയും കബൂലായി. 4-മത്തെ ദുആ ഉണ്ട്. എന്താ ദുആ? അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹു അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ, അതും ഇൻഷാ അല്ലാഹ് കബൂലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം ദുആ ചെയ്യും. റസൂലുള്ളാഹിനോട് ഭയങ്കര അടുപ്പുള്ള സഹാബിയായിരുന്നു, ഭയങ്കര അടുപ്പുള്ള. ബദറിലും റസൂലുള്ള കുട്ടിയായിട്ട് കൂടെ കൂട്ടി, ഉഹദിലും റസൂലുള്ള കുട്ടിയായിട്ട് കൂടെ കൂട്ടി. കാരണം യാത്രയിലും നബി തങ്ങളെ വിട്ടുപിരിഞ്ഞിരുന്നില്ല, നാട്ടിലായിരുന്നപ്പോഴും റസൂലുള്ളാഹിനെ വിട്ടുപിരിഞ്ഞിരുന്നില്ല. അദ്ദേഹം തന്നെ പറയാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയിനേക്കാൾ മയമുള്ള ഒരു പട്ടുവസ്ത്രത്തെയും ഒരു തുണിയെയും ഞാൻ തൊട്ടിട്ടില്ല. എൻ്റെ റസൂലിൻ്റെ ഗന്ധത്തേക്കാൾ സുഗന്ധമുള്ള ഒരു മിസ്കും ഒരു കസ്തൂരിയും ഒരു അത്തറും ഞാൻ എൻ്റെ ജീവിതത്തിൽ മണത്തു നോക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇത് പറഞ്ഞപ്പം ശിഷ്യൻ സാബിത്ത് അൽ ബുനാനി റഹിമഹുള്ള ചോദിക്കുന്നുണ്ട്, മഹാനവരുകൾ അങ്ങ് ഇതൊക്കെ പറയുമ്പം റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ട് അവിടുത്തെ ശബ്ദം കേൾക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ റസൂലുള്ളാഹിനെ കാണുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. എനിക്കിനി ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ ഖിയാമത്ത് നാൾ എത്തിയിട്ട് ഓടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് ഹുവൈദി മുഖ അനസ് യാ റസൂലല്ലാഹ് എന്ന് പറയണം. റസൂലെ, അങ്ങയുടെ കൊച്ചു സേവകൻ ഇതാ ഹാജർ എന്ന് പറഞ്ഞ് അവിടെയും എൻ്റെ ഹബീബിൻ്റെ കൂട്ടത്തിൽ കഴിയണം. അങ്ങനെ ഒറ്റൊരാഗ്രഹം മാത്രമേ എനിക്കിനി ബാക്കിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ റസൂലുള്ളാഹിനോടുള്ള അടുപ്പത്തിൻ്റെ കാഠിന്യത്താൽ നിബിധങ്ങൾ പല രഹസ്യങ്ങളും, പല പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല, പല പേഴ്സണൽ കാര്യങ്ങളും അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നു. പ്രായം ഇത്ര കുറവാണെങ്കിലും പല രഹസ്യങ്ങളും പല പേഴ്സണൽ കാര്യങ്ങളും അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കൽ കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്നെ അവിടുത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി, ഒരു രഹസ്യ കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചയച്ചു. ഞാൻ ആ കാര്യത്തിന് വേണ്ടി പോയി റസൂലുള്ളാഹിക്ക് അത് പൂർത്തിയാക്കി കൊടുത്തു. കുറച്ച് ലേറ്റായിട്ട് വീട്ടിലെത്തി. അപ്പോൾ ഉമ്മ എന്നെ കാണാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മോനെ എന്താ ലേറ്റായെന്ന് ഉമ്മു സുലൈം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു രഹസ്യ കാര്യത്തിന് വേണ്ടി ഞാൻ പോയിട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ സ്നേഹത്തോട് ചോദിച്ചു, മോനെ റസൂലുള്ളാഹിൻ്റെ ആ രഹസ്യം എന്താ, എനക്കൊന്ന് പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അനസ് റളിയല്ലാഹു പറഞ്ഞു, ഇല്ല ഉമ്മ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ രഹസ്യത്തെ ഞാൻ ഒരിക്കലും പരസ്യമാക്കില്ല, അത് ഞാൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കുകയില്ല. ഈ ഹദീസ് പറഞ്ഞിട്ട് ഈ സാബിത്ത് അൽ ബുനാനി എന്ന് പറഞ്ഞ ശിഷ്യനുണ്ടല്ലോ, ഈ ശിഷ്യനാണ് അനസ് റളിയല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ, നല്ല ബന്ധമുള്ള ശിഷ്യനാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അധിക ഹദീസുകൾ റിവായത്ത് ചെയ്യുന്ന അദ്ദേഹം താബിഈ പണ്ഡിതൻ. ആ താബിഈ പണ്ഡിതനോട് ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറയാ, വല്ലാഹി ലൗ ഹദ്ദസ്തു ബിഹി അഹദൻ ലഹദ്ദസ്തുക ബിഹി യാ സാബിത്ത്. സാബിത്തെ, ഞാൻ ഈ രഹസ്യം ആർക്കെങ്കിലും ഒരാൾക്ക് ഭൂമിയിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നെങ്കിൽ നിനക്ക് പറഞ്ഞു തന്നേനെ, പക്ഷേ അള്ളാഹിൻ്റെ റസൂലിൻ്റെ രഹസ്യം ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല സേവകനല്ലേ. ആ രഹസ്യം നബിതങ്ങളുടെ ജീവിതകാലത്ത് അദ്ദേഹം മറച്ചു വെച്ചു. ഏറ്റവും അടുത്ത നൊന്തു പ്രസവിച്ച മാതാവ് ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞു കൊടുത്തില്ല. നബിതങ്ങളുടെ വഫാത്തിന് ശേഷവും ഏറ്റവും അടുത്ത അരുമ ശിഷ്യന് പോലും അദ്ദേഹം ആ രഹസ്യത്തെ പറഞ്ഞു കൊടുത്തില്ല. ആ രഹസ്യം മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഈ ഖാദിമിനോട് 10 വയസ്സ് മാത്രം പ്രായമുള്ള അനസ് റളിയല്ലാഹു അൻഹുവിനോട് പെരുമാറിയ പെരുമാറ്റം അതും ഭയങ്കര അത്ഭുത. എൻ്റെ ഷെയ്ഖ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഇന്നഹു ലഅജബും മിനൽ അജബ്, അത് മഹാത്ഭുതങ്ങളിൽ നിന്നുള്ള ഒരു അത്ഭുതമായിരുന്നു എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്, ഖദംതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, ഞാൻ എൻ്റെ ഹബീബിന് 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്തു. വഅന ഗുലാം, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ആ സമയത്ത്. ലൈസ കുല്ലു അംരി കമാ യസ്തഹി സാഹിബി അൻ അകൂന അലൈഹി, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ യജമാനൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ എനിക്ക് ചെയ്യാനൊന്നും സാധിച്ചിരുന്നില്ല. 10 വയസ്സുള്ള കുട്ടിയല്ലേ, അത് എടുത്തുകൊണ്ട് വരുവാന്ന് പറയുമ്പോൾ ചിലപ്പോൾ മറക്കും, വേറെ കാര്യം എടുത്തുകൊണ്ട് വരും, അത് ചെയ്യുന്ന പറയുമ്പോൾ ചെയ്യൂല. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും വല്ലാഹി മാ ഖാല ലി ഉഫിൻ ഖത്തു,
ഒരിക്കൽ പോലും എന്നോട് റസൂലുള്ള ഉഫ് എന്ന വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല എന്ന്. വെറുപ്പ് കാണിക്കുന്നതിൻ്റെ ഏറ്റവും താഴ്ന്ന ദറജയിലുള്ള കാര്യമാണ് ഉഫ് എന്നിങ്ങനെ ആക്കൽ. ഒരിക്കൽ പോലും ആ ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന്. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നീ അത് ചെയ്തിട്ടില്ല എന്ന് എന്നോട് റസൂലുള്ള ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ ചെയ്താൽ എന്തുകൊണ്ട് നീ അത് ചെയ്തടാന്നും ചോദിച്ചിട്ടില്ല. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്. പക്ഷെ നമ്മളൊന്ന് ആഴത്തിലിറങ്ങി ചിന്തിച്ച് നോക്കിയേ, 10 വർഷക്കാലം റസൂലുള്ള ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. 10 വർഷക്കാലം. ചെറിയ കുട്ടിയല്ല. ഇപ്പം നമ്മൾ ഒരുപാട് യാത്ര റസൂലുള്ള ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ കൂട്ടത്തിൽ അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടാകാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, യാത്രയുടെ സമയത്തൊക്കെ ക്ഷീണം പിടിച്ച് തളർന്ന് ഉറക്കമൊക്കെ വന്നിട്ട് നമ്മുടെ കൺട്രോൾ പോകുന്ന ചില സമയമുണ്ട്. അപ്പോൾ കൂട്ടത്തിലുള്ള ഉപ്പാനോട് നമ്മൾ ചൂടായി പോകും, ഉമ്മാനോട് ചൂടായി പോകും, മക്കളോടും ഭാര്യയോടും പിന്നെ പറയണ്ട, ചൂടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ പലതും വന്നിട്ടുണ്ടാവുമല്ലോ. 1-2 മണിക്കൂറല്ലല്ലോ. പക്ഷേ ഈ 10 വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും റസൂലുള്ള വെറുപ്പിൻ്റെ ഏറ്റവും ചെറിയ ഭാവപ്രകടനമായ ഉഫ് എന്ന വാക്ക് പോലും പ്രകടിപ്പിച്ചിട്ടില്ല. ഇമാം അഹ്മദിൻ്റെ റിവായത്തിൽ കുറച്ചും കൂടി അധികമുണ്ട്, സിയാദത്തിൻ്റെ. അദ്ദേഹം പറയാം, റസൂലുള്ള ഒരിക്കലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല. ഇനി അഥവാ എൻ്റെ കുടുംബക്കാരിൽ ആരെങ്കിലും ഒരാൾ എന്നെ ആക്ഷേപിച്ചാൽ റസൂലുള്ള അവരോട് പറയും, ദഅൂ, ഓനെ വിട്ടേക്ക്, ഓൻ നിങ്ങൾ എന്തിനാ കുറ്റം പറയുന്നത്, എൻ്റെ മോനല്ലേ. ഫഇന്നഹു ലൗ ഖള ശൈഉ ലൗ ഖുളിയ ശൈഉൻ ലകാന. അള്ളാഹു എന്തെങ്കിലും നടക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. അള്ളാഹു നടക്കണ്ടെന്ന് തീരുമാനിച്ചു, അതുകൊണ്ട് അത് നടന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവനെ കുറ്റം പറയേണ്ട, അവനെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ് എന്നെ ആളുകൾ ആക്ഷേപിക്കുമ്പോഴും എൻ്റെ റസൂൽ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു, എനിക്ക് പിന്തുണ നൽകുമായിരുന്നു, എന്നെ ഒറ്റക്കാക്കുമായിരുന്നില്ല. അദ്ദേഹം തന്നെ വളരെ രസകരമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ള എന്നോട് അവിടുത്തെ ഒരു ആവശ്യം പൂർത്തിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നബി തങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴത്തെ എന്തോ ഒരു മൂഡിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിച്ചല്ല, എന്തോ ഒരു മൂഡിൽ ഞാൻ അറിയാതെ പറഞ്ഞു, വല്ലാഹി ലാ അദ്ഹബ്, അള്ളാഹുവാണ് ഞാൻ പോകൂല എന്ന് പറഞ്ഞു. എൻ്റെ ഷെയ്ഖ് പറയുന്നുണ്ട്, അദ്ദേഹം ലാ അദ്ഹബ് റസൂലെ, ഞാൻ അങ്ങയുടെ ആവശ്യത്തിനു വേണ്ടി പോകൂല എന്നല്ല പറഞ്ഞത്, മറിച്ചോ വല്ലാഹി, അള്ളാഹുവിൽ സത്യം ചെയ്താൽ പറയാം. നമ്മൾ അള്ളാഹ് എന്ന് പറയുന്ന പോലെയല്ല. റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം അള്ളാഹുവിനെ പിടിച്ച് ഞാൻ പോവില്ല റസൂലെ എന്ന് തിരിച്ചു പറഞ്ഞു. റസൂലുള്ള ഒന്നും മിണ്ടിയില്ല. എന്തായാലും പോകാൻ ഉദ്ദേശിച്ചതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇദ്ദേഹം പതുക്കെ ഇറങ്ങിപ്പോയി. പിന്നെ പട്ടണത്തിലെത്തിയപ്പോൾ, കമ്പോളത്തിലെത്തിയപ്പോൾ കുറച്ച് കുട്ടികളിങ്ങനെ ഒരുമിച്ച് കൂടി കളിക്കുന്നത് കണ്ടു. ആ കളിക്കുന്നത് കണ്ടിട്ട് ഇദ്ദേഹം അവിടെ നിന്നു. റസൂലുള്ള അയച്ച കാര്യം മറന്നുപോയി. ചെറിയ കുട്ടിയാണല്ലോ, അവരുടെ കളിയും നോക്കി അതിലിങ്ങനെ മുഴുകി നിന്ന സമയത്ത് അദ്ദേഹം പറയാം, അവസാനം ഞാൻ നെട്ടുന്നത് എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പിന്നിൽ വന്ന്, അയച്ചിട്ടും തിരിച്ചു കാണാത്ത ആളെ അന്വേഷിച്ചിട്ട് എൻ്റെ പിന്നിൽ വന്ന് എൻ്റെ പിരടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നപ്പോഴാണ് ഞാൻ നെട്ടുന്നത്. റസൂലുള്ള ബാക്കിൽ വന്ന് എൻ്റെ പിരടി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു. ഞാൻ ഫനദർതു ഇലൈഹി, നബിതങ്ങളിലേക്ക് നോക്കി, വഹുവ യൽഹഖ്, പേടിച്ച് ഞാൻ നോക്കിയെങ്കിലും റസൂലുള്ള ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, യാ ഉനൈസ് അദഹബ്ത ഹൈസു അമർത്തുക്. യാ ഉനൈസ് എന്ന് പറഞ്ഞാൽ ഇസ്മു തസ്ഗീർ എന്ന് പറയും. അറബികൾ സ്നേഹത്തിൽ വിളിക്കുന്ന, അനസിനെ ഉനൈസ് ആക്കുന്നത് സ്നേഹത്തിലാണ്. നമ്മൾ മലയാളത്തിലേക്ക് അർത്ഥം വെച്ചാൽ കൊച്ചനസേ എന്ന അതിൻ്റെ വാക്കർത്ഥം. അതായത് അനസ് മോനെ, അല്ലെങ്കിൽ മോനെ അനസേ, ഞാൻ പറഞ്ഞ കാര്യത്തിൽ നീ പോയിട്ടുണ്ടോടാ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അള്ളാഹുൻ്റെ റസൂൽ, അതെ, ഞാൻ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുക, മാപ്പാക്കണേ എന്ന് പെട്ടെന്ന് പറഞ്ഞു. റസൂൽ അപ്പോഴും എന്നോട് കയർത്തില്ല, ചൂടായില്ല, ദേഷ്യം പിടിച്ചില്ല, ഒന്നുമില്ല. ചിരിച്ചുകൊണ്ട് ഉനൈസ് എന്ന് വിളിച്ചിട്ടാണ് എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞു. അല്ലാഹു അൻഹു വറഹിമഹു വഗഫറ ലഹു. അങ്ങനെ അദ്ദേഹം ഹിജ്റ 92 അല്ലെങ്കിൽ 94 വഫാത്താകുന്നത്. അള്ളാഹു ആ മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും നാളെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അപ്പോൾ അനസ് റളിയല്ലാഹു ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണൂല്ല കേട്ടോ. ഈ എണ്ണത്തിൽ അദ്ദേഹത്തിന്, കാരണം എന്താ, യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല അദ്ദേഹം പോയത്, മറിച്ച് റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം പോയത്. ചെറിയ കുട്ടികളെയൊക്കെ റസൂലുള്ളാഹി തിരിച്ചയച്ചു. ബദറിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അതാരാ? 15 അല്ലെങ്കിൽ 16 വയസ്സുള്ള ഒരു സഹാബിയാണ്. ഒരിക്കലും നിങ്ങൾ പേര് മറക്കരുത്. ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് ബദറിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ സഹാബി. കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. 15 അല്ലെങ്കിൽ 16 വയസ്സുള്ള. ഈ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ വേറൊരു പേര് കേട്ടിട്ടുണ്ടാവും, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അല്ലേ? അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സഹാബി. സഅദ് ഇബ്നു അബി വഖാസിൻ്റെ ഇളയ അനുജനാണ്, സഹോദരനാണ് ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ബദർ യുദ്ധമായി ഈ 1 കിലോമീറ്റർ അപ്പുറം പോയിട്ട് റസൂലുള്ളാഹി നിർത്തി സൈന്യത്തേക്ക് ഇങ്ങനെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സഹോദരൻ നോക്കിയപ്പോൾ അവനിങ്ങനെ ഒളിച്ച് കളിക്കുന്നു, ബാക്കിലേക്ക് ഇങ്ങനെ മാറി പോകുന്നു, റസൂലുള്ളാഹിയിൽ നിന്ന് വിദൂരമാകുന്നത് കണ്ടു. ഞാൻ എൻ്റെ സഹോദരനെ വിളിച്ചു ചോദിച്ചു, മാലക്, എന്ത് പറ്റി, എന്താ നീ ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നത്?
അപ്പോൾ അവൻ പറഞ്ഞു, ഇന്നി അഖാഫു അൻ യറാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്നെ കാണുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഫയസ്തസിറുനി, എന്നിട്ട് എൻ്റെ പ്രായം ചോദിക്കുമ്പോൾ എന്നെ ചെറുതായി മനസ്സിലാക്കിയിട്ട് ഫൈറുദ്ദുനി, എൻ്റെ കൂട്ടുകാരന്മാരപ്പുറം എന്നെ തിരിച്ചേക്കുമെന്ന് എനിക്ക് പേടിയായിട്ട് റസൂലുള്ളാഹി കാണാണ്ട് ഞാൻ ഒളിച്ച് നടക്കുകയാണ്. വാന ഉഹിബ്ബുൽ ഖുറൂജ്, കാക്ക എനിക്ക് പോകാൻ നല്ല ആശയുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ലഅല്ലല്ലാഹ യർസുഖ്നി ഷഹാദ, ഒരു പക്ഷേ അള്ളാഹു എനിക്ക് ഷഹാദത്ത് നൽകിയാലോ എന്ന്. സുബ്ഹാനല്ലാഹ്, 15-16 വയസ്സുള്ള സഹാബിയ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവരെന്തിനാണ് പുറപ്പെട്ടത്? അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടിയാണ് പുറപ്പെട്ടത്. ഇദ്ദേഹം മുഹാജിറായ സഹാബിയ, മക്കത്ത് സ്വത്തുക്കളും സമ്പത്തും ഒക്കെ വിട്ട് വന്ന് ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ കഴിയുന്ന സഹാബിയ. ഇദ്ദേഹം പറയേണ്ട വാക്കെന്തായിരുന്നു? നമ്മളൊരു കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പോവല്ലേ, ചിലപ്പോൾ അവിടെ നമുക്ക് ഒരു ഒട്ടകത്തെ കിട്ടിയാലോ, തിന്നാൻ എന്തെങ്കിലും കിട്ടിയാലോ, വസ്ത്രം കിട്ടിയാലോ, എന്തെങ്കിലും സമ്പത്ത് കിട്ടിയാലോ എന്നൊക്കെയല്ലേ പറയണ്ടേ. പക്ഷെ അദ്ദേഹം ഉക്കാക്കാനോട് പറഞ്ഞ വാക്ക് ലഅല്ലല്ലാഹ യർസുഖ്നി ഷഹാദ, ഒരു പക്ഷേ അള്ളാഹു എനിക്ക് ഷഹാദത്ത് നൽകിയാൽ, അതുകൊണ്ട് എന്നെ ചെറിയ കുട്ടിയാണെന്ന് റസൂലുള്ളാഹി തിരിച്ചേക്കാൻ പാടില്ല, അതുകൊണ്ട് നബി തങ്ങൾ കാണാതെ ഞാൻ ഒളിച്ച് നടക്കുക എന്ന് പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹിനെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഒരാൾ പോലും റസൂലുള്ളാഹിക്ക് മിസ്സാവില്ല, റസൂലുള്ളാഹി കണ്ടുപിടിക്കും. ഉമൈർ ബിൻ അബി വഖാസിനെയും റസൂലുള്ളാഹി വിളിച്ചു. പ്രായം എത്രയാണെന്ന് ചോദിച്ചു. പ്രായം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറ്റൂല, നീ തിരിച്ചു പോകണം, നിൻ്റെ കൂട്ടുകാരെ പ്രത അവർ പോകുന്നുണ്ട്, തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രമേ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. വിഷമം താങ്ങാൻ വയ്യാതെ, സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിന് ആ കരച്ചിൽ കണ്ട് സഹതാപം തോന്നിയിട്ട് റസൂലുള്ളാഹി അദ്ദേഹത്തിനോട് വന്നു എന്ന് പറഞ്ഞു. സാരമില്ല, നീയും കൂടെ വന്നു, നമ്മൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അദ്ദേഹത്തെയും ബദറിലേക്ക് കൊണ്ടുപോയി. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാം, അദ്ദേഹത്തിൻ്റെ ചെറുപ്പം കാരണം പാവത്തിന് ആ വാളും വാളറയൊന്നും എടുത്തു വെക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാനായിരുന്നു അവൻ്റെ വാളും വാളറയൊക്കെ എടുത്തു വെക്കുന്നതും ഒട്ടകത്തിൽ കെട്ടിവെച്ചു കൊടുക്കുന്നതൊക്കെ ഞാനായിരുന്നു. ആ പാവത്തിന് അത് പൊക്കാൻ പോലും മര്യാദക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഫകാന മിൻ തഖ്ദീരില്ലാഹി അസ്സ വജൽ അന്നഹു കാന മിൻ ശുഹദാഇ ബദർ, അള്ളാഹുവിൻ്റെ ഖദർ തീരുമാനത്തിൽപ്പെട്ടതായിരുന്നു. അദ്ദേഹം ആശിച്ചതുപോലെ വെറും 14 പേര് മാത്രമേ ബദറിലെ ശുഹദാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ 14 പേരിൽ ഒരാൾ ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു എന്ന 15 വയസ്സ് പ്രായമുള്ള ഈ സഹാബിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞില്ലേ, അതേപോലെ വന്നു കൊടുത്തു കൊണ്ടുപോയി. അദ്ദേഹം വളരെ ആഗ്രഹത്തോടു കൂടി ബദറിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്നു, കൊടുത്തു. എന്തിനാണ് കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കൊടുക്കാൻ പറ്റിയ ഏറ്റവും വിലപിടിപ്പുള്ള ആ ജീവൻ അദ്ദേഹം കൊടുത്തു, സമർപ്പിച്ചു, കൊണ്ടുപോയി. എന്താ കൊണ്ടുപോയത്? അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും വാങ്ങിച്ചെടുത്ത് ഒരിക്കലും അവസാനിക്കാത്ത സുഖസൗകര്യങ്ങളിലേക്ക് അദ്ദേഹം പോയി. ആഗ്രഹിച്ചതുപോലെ തന്നെ 14 പേരെ ഷഹീദായിട്ടുള്ളൂ. ആ 14 പേരിൽ ഒരാളാകാനുള്ള ഭാഗ്യം ആഗ്രഹിച്ചതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഇങ്ങനെ കുട്ടികളെയൊക്കെ റസൂലുള്ളാഹി തിരിച്ചയച്ചു. ബാക്കിയുള്ള സൈന്യത്തെ ഇനി ക്രമീകരിക്കണം. അപ്പം സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട കൊടി അത് വെളുത്ത കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊന്നും മറക്കരുത്, ആ രംഗങ്ങളൊക്കെ നിങ്ങൾ മുന്നിൽ കാണണം. അവിടെ ഇങ്ങനെ റസൂലുള്ളാഹി ഇങ്ങനെ ഓരോന്ന് തർത്തീബാക്കുന്നത്. പ്രധാനപ്പെട്ട കൊടി വെളുത്ത കളറിലുള്ളായിരുന്നു. ആ കൊടി റസൂലുള്ളാഹി നൽകിയത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിൻ്റെ ചരിത്രമൊക്കെ നമുക്കിനി പറയണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രധാനപ്പെട്ട വെളുത്ത കൊടി നൽകിയത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ. ആ വെളുത്ത കൊടി എന്ന് പറഞ്ഞാൽ ആ കൊടി താഴെ വീണാൽ സൈന്യം തന്നെ പരാജയപ്പെട്ടു, തകർന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള കൊടി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് നൽകി. പിന്നെ റസൂലുള്ളാഹിൻ്റെ മുമ്പിലായിട്ട് 2 കറുത്ത കൊടി ഉണ്ടായിരുന്നു. ആ കറുത്ത കൊടി മുഹാജിരീങ്ങളിൽ നിന്നൊരാൾക്കും അൻസാറുകളിൽ നിന്ന് ഒരാൾക്കും റസൂലുള്ളാഹി നൽകി. മുഹാജിരീങ്ങളിൽ നിന്ന് അലി ഇബ്നു അബി ത്വാലിബാണ് കറുത്ത കൊടി പിടിച്ചത്. അൻസാറുകളുടെ കൂട്ടത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. വെറും 5-6 വർഷം മാത്രം മുസ്ലിമായി ജീവിക്കുകയും മരണസമയത്ത് അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങിപ്പോകുമാറ് തരത്തിൽ ഈമാനിൻ്റെ ഉയർന്ന അവസ്ഥയിലെത്തുകയും ചെയ്ത മഹാനായ സഹാബിയാണ്. അപ്പോൾ അൻസാറുകളുടെ കൊടി, കറുത്ത കൊടി ആർക്കാ കൊടുത്തത്? സഅദ് ഇബ്നു മുആദിന്. മുഹാജിരീങ്ങളുടെ കൊടി ആർക്കാ കൊടുത്ത? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നെ സാധാരണ സൈന്യത്തെ ക്രമീകരിക്കും അതിനൊരു ലെഫ്റ്റ് വിങ്ങും ഉണ്ടാവും, ഇടത് വിങ്ങും ഉണ്ടാവും, റൈറ്റ് വിങ്ങും ഉണ്ടാവും. വലത് വിങ്ങും ഇടത് വിങ്ങും ഉണ്ടാവും. ഈ വലത് വിങ്ങിൻ്റെ അമീറായിട്ട് റസൂലുള്ളാഹി നിയമിച്ചത് 2 കുതിരകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുതിര സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെതായിരുന്നു. വലത് വിങ്ങിൻ്റെ അമീറായിട്ട് റസൂലുള്ളാഹി പിന്നെ ഏൽപ്പിച്ചത് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനാണ്, അദ്ദേഹത്തിന് കുതിരയുള്ളതുകൊണ്ട്. ഇടത് വിങ്ങിൻ്റെ അമീറായിട്ട് റസൂലുള്ളാഹി ഏൽപ്പിച്ചത് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനാണ്, അദ്ദേഹത്തിനും കുതിരയുള്ളതുകൊണ്ട്. പിന്നെ സൈന്യത്തിനുണ്ടാകും ഒരു സാക്ക് ഉണ്ടാവും. സാക്ക് എന്ന് പറഞ്ഞാൽ പിൻഭാഗത്ത് വരുന്ന ഒരു ചെറിയൊരു ടീം ഉണ്ടാവും. അവരുടെ ലക്ഷ്യം
എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനം കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കളക്ട് ചെയ്യുക, ആരെങ്കിലും ബാക്കിലായി പോയിട്ടുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പിൻഭാഗത്ത് നിന്ന് ശത്രുക്കൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും അക്രമങ്ങൾ അയച്ചു വിടുന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുക. അതേപോലെ കള്ളന്മാരുണ്ടാവും, കൊള്ളക്കാരുണ്ടാവും, വലിയ യാത്രയല്ലേ, അതിൽ നിന്നൊക്കെ സൈന്യത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ സാക്കിനാണ്. ആ സാക്കിൻ്റെ നേതാവായിട്ട് റസൂലുള്ളാഹി തീരുമാനിച്ചത് ഖൈസ് ഇബ്നു അബീ സഅസഅ റളിയല്ലാഹു അൻഹു. എല്ലാം വലിയ വലിയ സഹാബാക്കളാണ്, പക്ഷേ നമ്മുടെ ബലഹീനത കൊണ്ട് നമ്മുടെ അറിവ് കേടുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഖൈസ് ഇബ്നു അബീ സഅസഅ എന്ന സഹാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിയോഗിച്ചത്. അപ്പോൾ ഒന്നുകൂടി പറയാം, പ്രധാനപ്പെട്ട വെളുത്ത കൊടി ആർക്കാ നൽകിയത്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അത് റസൂലുള്ളാഹിക്ക് മുമ്പിലായിട്ട് 2 കറുത്ത കൊടികൾ ഉണ്ടായിരുന്നു. അത് മുഹാജിരീങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാ നൽകിയത്? അലി ഇബ്നു അബീ താലിബ്. അൻസാറുകളുടെ കൂട്ടത്തിൽ ആർക്കാ നൽകിയത്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. വലത് വിങ്ങിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഒരു കുതിരക്കാരനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ഇടത് വിങ്ങിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? രണ്ടാമത്തെ കുതിരക്കാരൻ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. പിന്നെ ബാക്കിൽ സാക്ക്, അതിനെന്താ നമുക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കണ്ടെടുത്തിട്ട് വരാം, അതുണ്ടാവും എന്തായാലും. അപ്പോൾ സാക്ക് ബാക്ക് ഭാഗത്തിന് അതിൻ്റെ കമാൻഡർ അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഖൈസ് ഇബ്നു അബീ സഅസഅ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ സൈന്യത്തെ എല്ലാം ക്രമീകരിച്ച് റസൂലുള്ളാഹി സൈന്യത്തിലേക്ക് ഒന്നിങ്ങനെ നോക്കി. വളരെ ദയനീയമായ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു റസൂലുള്ളാഹിക്ക് കാണാൻ സാധിച്ചത്. കാരണം അധിക ആളുകൾക്കും ധരിക്കാൻ അവരുടെ ഔറത്ത് മറക്കാൻ മാത്രം പ്രാപ്തമായ വളരെ പരുപരുത്ത ചെറിയ വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഭക്ഷിക്കാനോ കുടിക്കാനോ തിന്നാനോ ഒന്നുമില്ല. അതേ സമയത്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും, മുശ്രിക്കീങ്ങൾ ബദറിലേക്ക് വരുന്ന സമയത്ത് ഒരു ദിവസം 9 ഒട്ടകങ്ങളെ അറുത്ത് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യും, അടുത്ത ദിവസം 10 ഒട്ടകങ്ങളെ അറുത്ത് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യാറ്. അങ്ങനെയാണ് മുശ്രിക്കീങ്ങൾ വരുന്നത്. ഇവർക്ക് മര്യാദക്ക് ഭക്ഷിക്കാനോ കുടിക്കാനോ ഒന്നുമില്ല. രണ്ടാമത് വാഹനങ്ങൾ കുറവല്ലേ, അധികവും നടന്നല്ലേ യാത്ര ചെയ്യേണ്ടത്. നടന്ന് യാത്ര ചെയ്യാൻ മര്യാദക്ക് ചെരുപ്പ് പോലുമില്ല. 150 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇങ്ങനെ പരിതാപകരമായ ഒരവസ്ഥ. ഈ അവസ്ഥ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരോട് ഏറ്റവും കരുണയുള്ള ആളല്ലേ നബി, തങ്ങളുടെ ഹൃദയം പൊട്ടി, മനം നൊന്തു. അങ്ങനെ പൊട്ടുന്ന ഹൃദയവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുവേ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹു, ഇവർ നഗ്നപാതരാണ്, ചെരുപ്പില്ലാത്തവരാണ്, ഫഹ്മിലുഹും, അതുകൊണ്ട് നീ അവരെ വഹിച്ചു കൊണ്ടുപോകണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും, അല്ലാഹുവേ ഇവർ നഗ്നരാണ്, ധരിക്കാൻ വസ്ത്രമില്ലാത്തവരാണ്, നീ ഇവർക്ക് വസ്ത്രം നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ ഫഅശ്ബിഉഹും, പ്രച്ചോനെ തിന്നാനും കുടിക്കാനും ഒന്നുമില്ലാത്ത പട്ടിണി പാവങ്ങളാണ്, നീ ഇവരെ ഭക്ഷിപ്പിക്കണ റബ്ബേ എന്ന് മനസ്സ് നൊന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആരാ ദുആ ചെയ്യുന്ന? റസൂലുള്ളാഹ്. അതും എങ്ങനത്തെ അവസ്ഥയില്ല? മനസ്സ് നീറുന്ന അവസ്ഥയില്ല. റാവി പറയാണ്, ഈ ദുആ പരിപൂർണമായിട്ടും കബൂലായി. ആ യുദ്ധത്തിന് പോയ ഓരോരുത്തരും തിരിച്ചു വരുമ്പം ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞത് 2 അല്ലെങ്കിൽ 1 ഒട്ടകം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ധരിക്കാൻ വസ്ത്രം ലഭിച്ചിരുന്നു. കാരണം വലിയ സൈന്യമായിട്ടാണല്ലോ അവർ വന്നത്, അവരെല്ലാം ഇട്ടിട്ടാണല്ലോ പോയത്. എല്ലാവർക്കും തിന്നാൻ വയറ് നിറക്കാനുള്ള ഭക്ഷണവും ലഭിച്ചിരുന്നു. റസൂലുള്ളാഹിൻ്റെ ആ മനം പൊട്ടിയ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കിയിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഈ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ സ്റ്റോപ്പിൽ നിന്ന് റസൂലുള്ളാഹി അന്ന് അവിടെ രാത്രി താമസിച്ചിട്ടില്ല, അന്ന് തന്നെ യാത്ര ചെയ്തു. ഈ ദുൽഹുലൈഫയുടെ അടുത്ത് എത്തിയിട്ട് 12-നാണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ 12-ന് അന്നുള്ള രാത്രി, അതായത് 13-ാം രാവിലെ, റമളാനിൻ്റെ 13-ാം രാവിലെ ദുൽഹുലൈഫേൻ്റെ അവിടെ തമ്പടിച്ചു. പിന്നെയും പിറ്റേ ദിവസം കുറച്ചും കൂടി നീങ്ങി അടുത്ത സ്ഥലത്ത് തമ്പടിച്ചു. അങ്ങനെ തമ്പടിച്ച് പതുക്കെ ബദറിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി. ഓരോ സ്ഥലത്തും ഓരോ രാത്രിയിലും എവിടെയാണ് തമ്പടിച്ചതെന്നൊക്കെ ചരിത്രത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊന്നും പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, പറയുന്നതിൽ പ്രത്യേകിച്ച് ഉപകാരവുമില്ല. പ്രധാനപ്പെട്ട എന്തെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം പറയാം. കാരണം റസൂലുള്ളാഹി പതുക്കെ ബദറിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി. ഇവിടെ മക്കത്ത് എന്താ അവസ്ഥ? നമ്മൾ പറഞ്ഞു, അബൂ സുഫിയാൻ നബി തങ്ങളെ നോക്കി വരുന്നുണ്ട് എന്ന അവസ്ഥ അറിഞ്ഞപ്പോൾ തന്നെ ഒരാളെ പൈസ കൊടുത്ത് മക്കയിലേക്ക് അയച്ചിട്ടുണ്ട് ഈ വിവരം പറയാൻ വേണ്ടി, മുശ്രിക്കുകളെ മുഴുവനും യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ പേര് ലംലം ഇബ്നു അംർ അൽ ഗിഫാരി എന്നാണ്. ലംലം ഇബ്നു അംർ അൽ ഗിഫാരി. അപ്പോൾ ഈ റസൂലുള്ളാഹി പുറപ്പെട്ടതിന് ശേഷം 1-2 ദിവസങ്ങൾക്ക് കഴിഞ്ഞാണ് ഈ ലംലം മക്കയിലേക്ക് എത്തുന്നത്. അന്ന് മക്കയിൽ ഖുറൈശികൾക്കിടയിലുള്ള ഒരു ആചാരം, ഒരു വലിയ കാര്യത്തെ അവർക്കിടയിൽ ആർക്കെങ്കിലും അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വലിയൊരു കാര്യം അറിയിക്കണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾ നാട്ടിലേക്ക് പ്രവേശിച്ച ഉടനെ ആദ്യം ഒട്ടകത്തിൽ നിന്ന് ചാടി ഇറങ്ങും. എന്നിട്ട് ഒട്ടകക്കട്ടിലൊക്കെ ഇങ്ങനെ, ഒട്ടകത്തിൻ്റെ മേലുള്ള ആ ഇരിപ്പിടുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ചു വിടും. എന്നിട്ട് ഒട്ടകത്തിൻ്റെ മൂക്ക് അറുത്തു മാറ്റും. എന്നിട്ട് വസ്ത്രമൊക്കെ കീറിയിട്ട്
ഒച്ചത്തിൽ പറയാനുള്ള, അത്രയും ഗൗരവമുള്ള കാര്യമാണെങ്കിൽ ഒച്ചത്തിൽ പറയാനുള്ള കാര്യം ഇങ്ങനെ വിളിച്ചു പറയും. ഈ ലംലമും മക്കത്തേക്ക് പ്രവേശിക്കുന്നത് ഈ ഒരവസ്ഥയിലാണ്. ഒട്ടകത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഒട്ടകക്കട്ടിലൊക്കെ മാറ്റി തിരിച്ചിട്ട് ഒട്ടകത്തിൻ്റെ മൂക്ക് വെട്ടി അറുത്തു മാറ്റി തൻ്റെ വസ്ത്രമൊക്കെ പിച്ചി കീറിയിട്ട് അൽ-ലതീമ അൽ-ലതീമ അൽ-ഗൗസ് അൽ-ഗൗസ്, ഖുറൈശികളെ ദാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള സഹാബികളും അബൂ സുഫിയാൻ്റെ സമ്പത്ത് കടന്ന് ആക്രമിക്കാൻ വേണ്ടി, നിങ്ങളുടെ സമ്പത്ത് കടന്ന് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ സഹായത്തിനായി പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് നഷ്ടപ്പെടും. എന്നെ അബൂ സുഫിയാൻ അയച്ചാണ്, എല്ലാവരും പെട്ടെന്ന് റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞ് ആളുകളെ മുഴുവൻ ഇളക്കി വിട്ടു. മക്ക മുഴുവൻ ഇളകി മറിഞ്ഞു. റസൂലുള്ളാഹി പെട്ടെന്ന് പുറപ്പെട്ടതാണ്, പക്ഷേ മക്കക്കാർ മുഴുവൻ ഇളകി മറിഞ്ഞ് 2 ദിവസം പൂർണ്ണമായി എടുത്ത് അവർ തയ്യാറായി. മക്കയിൽ 2 വിഭാഗം ആളുകളെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന ആള്, അതല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടാൻ കഴിയാത്ത ആള് തനിക്ക് പകരം മറ്റൊരാളെ അയക്കുമായിരുന്നു. അതല്ലാതെ രണ്ടും ഇല്ലാതെ ബാക്കിലോട്ട് നിൽക്കുന്ന ഒരാൾ പോലും മക്കത്തുണ്ടായിരുന്നില്ല. മക്കയിലെ നേതാക്കളിൽ മുഴുവൻ ആളുകളും പുറപ്പെടാൻ വേണ്ടി തയ്യാറായി. പുറപ്പെടാതെ പകരം വേറൊരാളെ അയച്ച പ്രധാനപ്പെട്ട ഖുറൈശികളിൽപ്പെട്ട ഒരാളായിരുന്നു അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. അവന് പുറപ്പെട്ടില്ല, അവന് പേടിച്ച്. കാരണം അതിനു മുമ്പ് അബ്ദുൽ മുത്തലിബിൻ്റെ, അബ്ബാസിൻ്റെയും അബൂ ലഹബിൻ്റെ ഒക്കെ സഹോദരി ആത്തിക്ക ഒരു സ്വപ്നം കണ്ട്. ആ സ്വപ്നത്തിൽ ബദറിലുള്ള യുദ്ധവും ആ യുദ്ധത്തിൽ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടാകുന്ന പരാജയവും ആ പരാജയത്തിലൂടെ പിന്നെ ഖുറൈശികളിൽപ്പെട്ട പ്രധാനപ്പെട്ട പലരുടെയും വധവും ഇതിനൊക്കെ കുറിച്ച് സൂചന ഉണ്ടായിരുന്നു. ആ സ്വപ്നം മക്കത്ത് മുഴുവനും പ്രസിദ്ധമായിരുന്നു. ഈ സ്വപ്നത്തെക്കുറിച്ച് ആരറിഞ്ഞു? അബൂ ലഹബ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പേടിത്തൊണ്ടൻ പേടിച്ചിട്ട് പോയില്ല. അതിന് പകരം ആസി ഇബ്നു ഹിഷാം ഇബ്നുൽ മുഗീറ എന്ന് പറഞ്ഞ ഒരാൾ അബൂ ലഹബിന് 4000 ദിർഹം കടം കൊടുക്കാനുണ്ടായിരുന്നു. ഈ ആസി എന്ന് പറഞ്ഞ ആൾ പാപ്പരായിപ്പോയി, പൈസ കൊടുക്കാൻ വേണ്ടി നിവർത്തിയില്ലാത്ത ആളാണ്. അപ്പോൾ അബൂ ലഹബ് പറഞ്ഞു, എനിക്ക് പകരം നീ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്, ഞാൻ അബൂ ലഹബിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ യുദ്ധത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ നിനക്ക് ഈ 4000 ദിർഹം ഞാൻ മാപ്പാക്കി തരാമെന്ന് പറഞ്ഞു. ഈ ഒരു കരാറിൽ, ഈ ഒരു ഡീലിൽ അബൂ ലഹബ് പോകാതെ അബൂ ലഹബിൻ്റെ പകരം വേറൊരാളെ അയച്ചു. അപ്പോൾ ഇങ്ങനെ ആരും പങ്കെടുക്കാതിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ മക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും പങ്കെടുത്തു. അങ്ങനെ പിന്നെ അതേപോലെ തന്നെ യുദ്ധത്തിന് ആദ്യം പോകാതെ പിന്തിരിഞ്ഞ മറ്റൊരു പ്രധാനി ഉമയ്യത്ത് ബിൻ ഖലഫ. ആരാ ഉമയ്യത്ത് ബിൻ ഖലഫ്? ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ അത്രയും ആക്രമിച്ച അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ. ഉമയ്യത്ത് ബിൻ ഖലഫും പോകാൻ റെഡിയായില്ല. അദ്ദേഹത്തെക്കുറിച്ച് അയാളെക്കുറിച്ച് പറയുന്നത് നല്ല തടിയുള്ള പൊണ്ണനായ മടിയനായ ഒരാളായിരുന്നു, വലിയൊരു നേതാവായിരുന്നു അയാൾ. അപ്പം അയാളും ഞാൻ യുദ്ധത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം മക്കയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സ്ത്രീകൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ ബുഹൂർ പോലത്തെ പുകക്കുന്ന ഒരു സാധനമുണ്ട്, അവരുടെ സ്ത്രീകളുടെ മജ്ലിസിൽ വെച്ച് ഉപയോഗിക്കുന്ന ആ സാധനം എടുത്തിട്ട് ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഫസ്തജ്മിർ, നീ ഇനി ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ പുകയും പൊതിച്ച് അങ്ങനെ പുതപ്പ് മൂടിയിട്ട് ഇവിടെ തന്നെ ഇരുന്നോ, ഞങ്ങൾ ആണുങ്ങൾ പോയിട്ട് യുദ്ധം ചെയ്യാം കേട്ടോ, നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ അവൻ ചാടി എഴുന്നേറ്റ് അവൻ്റെ മരണത്തിലേക്ക് മുശ്രിക്കീങ്ങളുടെ കൂടെ ബദറിലേക്ക് പുറപ്പെട്ടു. അപ്പം എല്ലാവരും പുറപ്പെട്ടു, റെഡിയായി. അവർ പിന്നെ ബദറിലേക്ക് ഇങ്ങനെ പുറപ്പെടാൻ വേണ്ടി പോകുമ്പോഴാണ് അവരൊരു കാര്യം ഓർത്തത്. ശ്രദ്ധിക്കണേ, ബദർ നമ്മൾ 10-40 വർഷമായി കേൾക്കുന്നെങ്കിലും പല സംഭവങ്ങളും നമ്മളിപ്പോഴും അറിഞ്ഞിട്ടില്ല. ബദറിൽ പുറപ്പെടാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവർക്ക് മുമ്പിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത്. ഈ ഖുറൈശികളും കിനാന ഗോത്രത്തിൽപ്പെട്ട ബനൂ ബക്കർ കുടുംബമായിട്ട് ഭയങ്കര ശത്രുതയുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര യുദ്ധവും നടന്നു. യുദ്ധം നടക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അതിനെക്കുറിച്ച് നമ്മൾ പറയണം. കാരണം എന്താ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധത്തിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ചില ഓറിയൻ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ യുക്തിവാദികൾ പറയൽ, ഇന്നത്തെ കാലത്തെ കണക്കും പണ്ടത്തെ കാലത്തെ കണക്കുകളൊന്നും നിങ്ങൾ കൂട്ടി യോജിപ്പിക്കരുത്. കാരണം അന്ന് അങ്ങനെയുള്ള രക്തച്ചൊരിച്ചിലോ ബോംബുകളോ മിസൈലുകളോ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ഇന്ന് കുറേ പിന്നെ ആയുധങ്ങൾ വന്നതുകൊണ്ട് ആളുടെ എണ്ണം കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തിരിച്ചാരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അവരോട് നമുക്ക് പറയാനുള്ള അങ്ങനെ ഒന്നും ആയിരുന്നില്ല. അന്ന് രക്തം ചീന്തുക എന്നുള്ളത് വളരെ സർവ്വസാധാരണമായ കാര്യമായിരുന്നു. മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ലായിരുന്നു. ഈ ബനൂ ബക്കർ ഗോത്രവും ഖുറൈശികളും തമ്മിൽ അടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരിക്കൽ ഖുറൈശികളിൽപ്പെട്ട ഒരു കുട്ടി അവൻ്റെ എന്തോ സാധനം എന്തോ മൃഗമോ മറ്റോ നഷ്ടപ്പെട്ടു പോയിട്ട് അതിനെ തേടാൻ വേണ്ടി മക്കയുടെ പുറത്തേക്ക് പോയി. ഏകദേശം 10-30 കിലോമീറ്റർ അപ്പുറം വരെ അതിനന്വേഷിച്ചു. ഒരു ചെറുപ്പക്കാരൻ അതിനന്വേഷിച്ചിട്ട് പോയി. ലജ്നാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ ആ കുട്ടി എത്തി. അപ്പോൾ ഈ സ്ഥലത്ത് വെച്ചിട്ട് ബനൂ ബക്കർ ഗോത്രത്തിൽപ്പെട്ട ആമിർ എന്ന് പറഞ്ഞ അവരുടെ നേതാക്കളിൽ ഒരാളായ ഒരു നേതാവ് ഈ കുട്ടിയെ കണ്ടു. ഈ കുട്ടി നല്ല സൗന്ദര്യമുള്ള, നല്ല ആരോഗ്യമുള്ള, കാണാൻ നല്ല കൗതുകമുളവാക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയെ കണ്ടിട്ട് ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നീ എവിടെ നിന്നുള്ള കുട്ടിയാണ്, എവിടെയാ മോനെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഖുറൈശികളിൽപ്പെട്ട ഇന്ന ആളുടെ മകനാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഉടനെ ഈ ആമിർ നേരെ തൻ്റെ ഗോത്രത്തിലേക്ക് പോയി. എന്നിട്ട് ബനൂ ബക്കർ ഗോത്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഖുറൈശികൾ അവസാനം നമ്മളിൽ ഒരാളെ കൊന്നിട്ടില്ലേ? ആ കൊന്നിട്ടുണ്ട്.
അതിന് നമ്മൾ പകരം വീട്ടിയോ? ഇല്ല, പകരം വീട്ടിയിട്ടില്ല. അപ്പം നമ്മളിലുള്ള ഒരാളുടെ രക്തം ചീന്തിയതിന് പകരം അവർ തരേണ്ട ദിയ്യത്ത്, ഫൈന്, അത് ജാഹിലിയ കാലഘട്ടത്തെ ഉണ്ട്, നമുക്കൊന്നും എടുത്താൽ പൊങ്ങാത്ത വലിയ തുകയാണ് കൊടുക്കേണ്ടത്. ആ തുക അവർ തന്നിട്ടുണ്ടോ? അതും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബനൂ ബക്കർ ഗോത്രമേ, ഇതാ ഖുറൈശികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ നാട്ടിലൂടെ നടന്നു പോകുന്നുണ്ട്. ആരെങ്കിലും അവനെ കൊല്ലാൻ തയ്യാറായാൽ തൻ്റെ ജനതയ്ക്ക് വേണ്ടി പ്രതികാരം വീട്ടിയവനായിട്ട് ഞങ്ങൾ അവനെ പ്രഖ്യാപിക്കും. അതുകൊണ്ട് ആണായി പിറന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കൊല്ലടാന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ സദസ്സിൽ നിന്ന് ബനൂ ബക്കർ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ചാടി എഴുന്നേറ്റു, നേരെ പോയി ആ കുട്ടിയെ അങ്ങ് കൊല ചെയ്തു. ഒരു വിലയും കൽപ്പിച്ചില്ല. കൊന്ന് തിരിച്ചു വന്നു. ഖുറൈശികൾ ഇതറിഞ്ഞു. അവരെല്ലാവരും കൂടി ഇളകി നേരെ ബനൂ ബക്കർ ഗോത്രത്തിൻ്റെ അടുക്കലേക്ക് വന്നു. അപ്പോൾ ഖുറൈശികൾ ഇങ്ങനെ പ്രതികാരം ചോദിക്കാൻ വന്ന് നിന്ന സമയത്ത് ഈ ആമിർ എന്ന് പറഞ്ഞ ഈ നേതാവ് ഖുറൈശികളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളിലുള്ള ഒരാളെ കൊന്നിട്ടുണ്ട്, അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഫൈൻ തരിക. നിങ്ങളിൽ നിന്നുള്ള ഒരാളെ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് കൊന്നതിന് പകരമായിട്ട് ഞങ്ങളും ഫൈൻ തരാം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പത്ത് കൊടുക്കുക. അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾ ഞങ്ങളിൽ നിന്നുള്ള ഒരാളെ കൊന്നു, അതിന് പകരം ഞങ്ങൾ നിങ്ങളിൽ നിന്നുള്ള ഒരാളെയും കൊന്നു. അപ്പുറം ഇപ്പുറവും ചോരക്ക് പകരം ചോര, ആളിന് പകരം ആള്. പ്രശ്നം നമുക്ക് അങ്ങനെയും പരിഹരിക്കാം. ഇങ്ങനെ 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് മുന്നിലുള്ളതെന്ന് പറഞ്ഞു. ഖുറൈശികൾ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ സ്വീകരിച്ചോളാം. സമ്പത്ത് നൽകാനൊക്കെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ഒരാൾക്ക് പകരം നിങ്ങൾ കൊന്നതാണെന്ന് ഞങ്ങൾ ശ്രമിച്ചോളാം. അത് പറഞ്ഞ് ആ കുട്ടിയുടെ ജീവന്, ചരിത്രത്തിൽ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ അവർ മുഴുവനും തിരിച്ചു വന്നു എന്നാണ്. കഥ അവസാനിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുട്ടിയുടെ സഹോദരൻ മിക്രസ് എന്ന് പറഞ്ഞ ആൾ ഒരിക്കലും മക്കയുടെ പുറത്ത് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബനൂ ബക്കർ ഗോത്രത്തിൽപ്പെട്ട ഈ ആമിർ എന്ന് പറഞ്ഞ ആളെ കാണും. അയാൾ ഒരു ഒട്ടകത്തിൽ ഇങ്ങനെ വന്ന്, വാളൊക്കെ ഉണ്ട് അയാളുടെ കയ്യിൽ, ഒട്ടകത്തിൽ ഇങ്ങനെ വന്ന് ഒട്ടകത്തെ മുട്ടുകുത്തിച്ച് അതിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഈ മിക്രസ് ഇയാളെ കാണുന്നത്. മിക്രസ് ഓടി വന്ന് ഇയാളുടെ മേൽ ചാടി വീണ് ഇയാളുമായിട്ട് പോരടിച്ചിട്ട് ഈ ആമിർ എന്ന് പറഞ്ഞ ബനൂ ബക്കർ ഗോത്രത്തിലെ നേതാക്കളിൽപ്പെട്ട പ്രധാനിയായ ഒരാളെ കൊന്നിട്ട് ഇയാളുടെ വാളെടുക്കും. ആ വാളും വളരെ പ്രസിദ്ധമായിരുന്നു. കാരണം ഗോത്രത്തിൻ്റെ നേതാവിൻ്റെ ആ വാള് അറബികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ വാളായിരുന്നു. അങ്ങനെ ഈ ആമിറിൻ്റെ വാളെടുത്ത് അയാളുടെ വയറ്റിൽ കുത്തിക്കീറി ആ വാളിൽ അയാളുടെ ചോരയാക്കി രാത്രി മക്കത്തേക്ക് വന്നിട്ട് ഈ സഹോദരൻ മിക്രസ് മക്കയുടെ കില്ലയിൽ ഈ വാള് കെട്ടിത്തൂക്കിയിടും. പിറ്റേന്ന് രാവിലെ ഖുറൈശികളും ബാക്കിയുള്ള ആളുകളൊക്കെ വന്ന് നോക്കുമുണ്ട്, ബനൂ ബക്കർ ഗോത്രത്തിലെ നേതാവ് ആമിറിൻ്റെ വാള് അവൻ്റെ രക്തത്തിൽ കുളിച്ച് കാബയുടെ കില്ലയിൽ തൂക്കിയിടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആമിർ കൊല ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പായി. അധികം താമസിയാതെ ഖുറൈശികൾക്ക് ആരാ കൊന്നതെന്ന് മനസ്സിലായി, മിക്രസ കൊന്നതെന്ന് മനസ്സിലായി. അതോടുകൂടി ബനൂ ബക്കർ ഗോത്രവും ഖുറൈശികളും തമ്മിൽ യുദ്ധം തുടങ്ങി. വർഷങ്ങളോളം യുദ്ധം നേരിടുന്നു. ശരിക്കും ഒന്ന് ആലോചിക്കുക, എന്താ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നിസ്സാരമായി രക്തം ചീന്തിയിട്ട് വലിയൊരു യുദ്ധത്തിലേക്ക് എത്തി. പിന്നെ റസൂലുള്ള വന്ന്, ഇസ്ലാം വന്ന്, റിസാലത്തൊക്കെ തുടങ്ങി. അപ്പോൾ ശത്രുക്കൾക്ക്, ഖുറൈശികൾക്ക് പിന്നെ ഈ യുദ്ധത്തിനൊന്നും പോകാൻ സമയമില്ലാണ്ടായി. റസൂലുള്ളാഹിന്റെ കാര്യം മാത്രം നോക്കുന്നതിൽ അവർ ബിസിയായി. അങ്ങനെയാണ് യുദ്ധത്തിൽ നിന്ന് ശ്രദ്ധ കുറഞ്ഞത്. ഇപ്പം ബദറിലേക്ക് പുറപ്പെടാൻ വേണ്ടി പോയപ്പം ഇവർക്ക് ഭയങ്കര ടെൻഷൻ. കാരണം നമ്മളിലുള്ള പ്രധാനപ്പെട്ട ആണുങ്ങളൊക്കെ ബദറിലേക്ക് പോകുന്ന സമയത്ത് പെണ്ണുങ്ങളും നമ്മുടെ സമ്പത്തും മാത്രമല്ല ഇവിടെ ബാക്കിയുള്ളൂ. ബനൂ ബക്കർ ഗോത്രത്തിന് നല്ലൊരു അവസരമാണ്, അവരെങ്ങാനും ചാടി വീണ് നമ്മൾ ആക്രമിച്ചാലോ എന്ന് പേടിയായി. അപ്പോൾ കുറേ ആളുകൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങി. യുദ്ധം തന്നെ നടക്കൂല എന്നുള്ള അവസ്ഥ വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട മെയിൻ വില്ലൻ രംഗപ്രവേശനം ചെയ്തു. അവൻ ഇടപെട്ടു. ആരാണ് മെയിൻ വില്ലൻ? ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി. പ്രധാന വില്ലൻ, നമ്മുടെ കഥയിൽ പ്രധാന വില്ലൻ ആരാ? ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി. അവൻ രംഗപ്രവേശനം ചെയ്തു. ഖുറൈശികൾ ഇപ്പോൾ പിന്നോട്ടടിക്കും. ഈ യുദ്ധമൊക്കെ നടന്നാൽ ഏറ്റവും ബെനിഫിറ്റ് ഉള്ളത് ആർക്കാ? ഇബ്ലീസിന് തന്നെയാണ്. അപ്പോൾ യുദ്ധം കാണാൻ നടക്കാണ്ടായി പോകുമെന്ന് പേടിച്ചത് ഓനൊരു വളരെ മോശമായ ഒരു തന്ത്രം പ്രയോഗിച്ചു, ഒരു ഐഡിയ പ്രയോഗിച്ചു. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, ഹിജ്റയുടെ സംഭവം പറയുമ്പോൾ പറഞ്ഞിരുന്നു, ഇബ്ലീസ് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, പിന്നീട് അദ്ദേഹം മുസ്ലിമായി, സുറാഖത്ത് ബിൻ മാലിക് ബനൂ മുദലജ് ഗോത്രത്തിൽ അല്ലെങ്കിൽ ബനൂ ബക്കർ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ സുറാഖയുടെ കോലം മാറിയിട്ട് ഇബ്ലീസ് ആ കോലത്തിൽ ഖുറൈശികളുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഖാല ഇന്നി ലാ ഗാലിബ ലക്കും ഇന്നി ജാറുൽ ലക്കും, അല്ലേ, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനൻ നാസി വ ഇന്നി ജാറുൽ ലക്കും. ഖുറൈശികളെ പേടിക്കണ്ട, ഞാനിതാ ബനൂ ബക്കർ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ഒരാളാണ്, നേതാവാണ്. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും നിങ്ങളെ മറികടക്കുകയില്ല. വ ഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങൾക്ക് അഭയം നൽകുന്നവനാണ്, നിങ്ങളുടെ അയൽവാസിയാണ്, നിങ്ങൾക്ക്
സംരക്ഷണം നൽകുന്നവനാണെന്ന് ഇബ്ലീസ് സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ കോലത്തിൽ എന്ന് പറയും. അപ്പോൾ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു ടെൻഷൻ ഒഴിവായി വീണ്ടും അവർ യുദ്ധത്തിന് വേണ്ടി പോകാൻ തയ്യാറായി, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അവരുടെ എണ്ണം പടയാളികളായിട്ട് 1300 പേരുണ്ടായിരുന്നു. പിന്നെ 300 പേര് തിരിച്ചു വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പുറപ്പെടുമ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 1300 പേര്. അവരുടെ കൂട്ടത്തിൽ 100 കുതിരകളുണ്ടായിരുന്നു. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ 317 പേർക്ക് 2 കുതിരകളാണുള്ളത്. ഖുറൈശികൾക്ക് 100 കുതിരകളുണ്ടായിരുന്നു. അവരുടെ പടയങ്കി അല്ലേ, അതല്ല പറയാം, പരിച എന്ന് പറഞ്ഞാൽ പരിചയമല്ല, നമ്മൾ മേത്തിടുന്ന സാധനത്തിന് പടയങ്കി എന്നല്ല പറയാം അല്ലേ. പടയങ്കി 600 പടയങ്കി അവരുടെ കൂട്ടത്തിലുണ്ട്. അതായത് 600 ആൾ ആ പടയങ്കി ഇട്ടിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഒട്ടകങ്ങളോ, അത് ചരിത്രത്തിൽ പറയുന്നത് കണക്കില്ലാത്ത അത്രയും ഒട്ടകങ്ങളുണ്ടായിരുന്നു, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും ഒട്ടകങ്ങളുണ്ടായിരുന്നു. കൂട്ടത്തിൽ പാട്ട് പാടാൻ വേണ്ടി അടിമ സ്ത്രീകൾ, നൃത്തം ചവിട്ടാൻ വേണ്ടി വേറെ ആൾക്കാർ. ഓരോ ദിവസവും അവർ 9 അല്ലെങ്കിൽ 10 ഒട്ടകങ്ങളെ അറുത്ത് വിശാലമായിട്ട് ഭക്ഷണം നൽകി പാർട്ടികൾ നടത്തിയിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ മുഴുവൻ സൈനികത്തോടു കൂടി സന്നാഹത്തോടു കൂടി മുശ്രിക്കീങ്ങൾ പിന്നെ മക്കയിൽ നിന്നും യാത്ര പുറപ്പെട്ടു. അവിടെ ചെറിയൊരു സൈന്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അവസാനം ഒരു സംഭവം കൂടി പറയാം. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് അവർ പുറപ്പെട്ടു. റസൂലുള്ളാഹി പതുക്കെ ഇങ്ങനെ നീങ്ങാണ്. പകുതി വരെ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം റസൂലുള്ളാഹി അബൂ സുഫ്യാനും സംഘത്തിനും എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് 2 ചാരന്മാരെ അയച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും റസൂലുള്ളാഹിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാരൻ്റെ പേര് പറഞ്ഞിരുന്നു, ബസ് ബിൻ അംർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അദിയ് ഇബ്നു അബിർ റഗ്ബ അൽ ജുഹനി, ഈ 2 പേരെയാണ് റസൂലുള്ളാഹി ചാരന്മാരായിട്ട് അയച്ചത്. അബൂ സുഫിയാൻ്റെ സൈന്യത്തിനും അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം എപ്പോൾ എത്തും എന്താവും എന്നൊക്കെ അറിയാൻ വേണ്ടി അയച്ചത്. അപ്പോൾ ഇവർ 2 പേരും ബദറിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ അബൂ സുഫിയാൻ എപ്പോഴാണ് വരുന്നത്? ചോദിച്ചാൽ മനസ്സിലാവുമല്ലോ, ചാരന്മാരെന്ന് പറഞ്ഞാൽ ചോദിക്കാതെ കാര്യം അറിയണമല്ലോ. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് പോയി ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. അവിടെ ഇറങ്ങി. അവിടെ പിന്നെ മജ്ദി ഇബ്നു അംർ അൽ ജുഹനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരനായ ഒരു പ്രമാണി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളെടുത്ത് ഇവർ ഒട്ടകം കൊണ്ടുപോയി മുട്ടുകുത്തിച്ച് ഒട്ടകത്തിന് വെള്ളം എടുക്കാൻ എന്നോണം ഒരു പാത്രം എടുത്തിട്ട് വെള്ളക്കെട്ടിൻ്റെ അടുക്കിലേക്ക് ഇവർ പോയി. വെള്ളക്കെട്ടിൻ്റെ അടുത്ത് എങ്ങനെയാണ് റസൂലുള്ളാഹിൻ്റെ ചാരന്മാർ രഹസ്യം ചോർത്തിയതെന്ന് മനസ്സിലാക്കണേ. വെള്ളക്കെട്ടിൻ്റെ അടുക്ക് 2 പെൺകുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു പെൺകുട്ടി മറ്റേ പെൺകുട്ടിക്ക് പണം കൊടുക്കാനുണ്ട്. അപ്പോൾ ചോദിച്ചു, എൻ്റെ പൈസ എപ്പോഴാണ് നീ തരിക? അപ്പോൾ മറ്റേ പെൺകുട്ടി പറഞ്ഞു, നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കച്ചവട സംഘം ഇവിടെ എത്തും, അപ്പം ഞാൻ അവർക്ക് വേണ്ടി പണിയെടുക്കും. ആ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയതിൽ നിന്ന് നിൻ്റെ കടം ഞാൻ വീട്ടിൽ കൊള്ളാമെന്ന് ഒരു സ്ത്രീ മറ്റേ സ്ത്രീയോട് പറഞ്ഞു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആ പ്രമാണി മജ്ദി ഇബ്നു അംർ ഈ പറഞ്ഞ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു, സദക്തി, നീ പറഞ്ഞത് സത്യമാണ്. മറ്റേ പെണ്ണിനോട് പറഞ്ഞു, കച്ചവട സംഘം എത്തും, അപ്പോൾ ഇവൾ പണിയെടുത്തിട്ട് പൈസ തന്നോളൂ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ ചാരന്മാർ ഒന്നും മിണ്ടിയില്ല. അനങ്ങാതെ അവർ ഒട്ടകപ്പുറത്ത് കയറി തിരിച്ചുപോയി. റസൂലുള്ളാഹിക്ക് വിവരം നൽകി, നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ അബൂ സുഫിയാനും സംഘവും ഇവിടെ എത്തും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ യാത്ര പോയി ബദറിൽ നമുക്ക് കാത്തിക്കാം. പക്ഷേ അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെക്കാട്ടി തലയുള്ള ബുദ്ധിയുള്ള ആളാണ് അബൂ സുഫിയാൻ. പിന്നീട് അദ്ദേഹം മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അദ്ദേഹം തികഞ്ഞ ഒരു തന്ത്രജ്ഞനും ബുദ്ധിമാനും തികഞ്ഞ നേതാവുമായിരുന്നു. അപ്പോൾ അദ്ദേഹം കച്ചവട സംഘത്തെയും കൂട്ടി വരുന്നതിനിടയ്ക്ക് കച്ചവട സംഘത്തോട് ഒരു സ്ഥലത്ത് തങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, റസൂലുള്ളാഹിയും സംഘവും തങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടോ ഇല്ലേന്നറിയാൻ വേണ്ടി അദ്ദേഹം മാത്രം കുതിരപ്പുറത്ത് കയറി ബദറിലെത്തി. ബദറിൽ എല്ലാ സ്ഥലത്തും അന്വേഷിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി മുഹമ്മദോ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബക്കളോ അല്ലെങ്കിൽ മദീനത്ത് നിന്നുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ലാസ്റ്റ് ആരുടെ അടുത്തെത്തി? ഈ വെള്ളക്കെട്ടിൻ്റെ അടുത്ത് ഇരിക്കുന്ന ഈ മജ്ദി ഇബ്നു അംറിൻ്റെ അടുക്കലെത്തിയിട്ട് ചോദിച്ചു, റസൂൽ മുഹമ്മദോ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്തോ മദീനയിൽ നിന്ന് ആരെങ്കിലോ ഇവിടെ വന്നായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ മജ്ദി ഇബ്നു അംർ പറഞ്ഞ്, അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആകെ ഇവിടെ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, 2 അപരിചിതർ വന്നു, ആ സ്ഥലത്ത് അവർ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു, വെള്ളമെടുക്കാൻ പോയി, വെള്ളമെടുത്തിട്ട് അവർ തിരിച്ചുപോയിന്ന്. ആലോചിക്കണേ, എങ്ങാനും റസൂലുള്ളാഹിൻ്റെ ചാരന്മാർ അവിടെ വെച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഇയാൾക്ക് മനസ്സിലാവുമായിരുന്നു ചാരനാണ്. അബൂ സുഫിയാൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ചാരന്മാർ ബുദ്ധിപൂർവ്വം കാര്യം നടത്തിയതുകൊണ്ട് ഇയാൾക്കത് മനസ്സിലായില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ ഏത് നാട്ടുകാരാണ് അതൊന്നും എനിക്കറിയില്ല. അവർ റസൂലുള്ളാഹിൻ്റെ സഹാബാക്കളാണ്, അതും മജ്ദി പറഞ്ഞു, അതും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതും കേട്ട് നിരാശയോടുകൂടി തിരിച്ചു പോയേനെ. പക്ഷേ ഇവിടെ ആരാ കഥാനായകൻ ആരാ? അബൂ സുഫിയാനാണ്. അബൂ സുഫിയാൻ ബുദ്ധിപരമായി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം എനിക്ക് കാണിച്ചാന്ന് പറഞ്ഞു. ഇയാൾ കൊണ്ട് ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം കാണിച്ചു കൊടുത്തു. അബൂ സുഫിയാൻ അവിടെ ഇങ്ങനെ കുറേ നേരം ചുറ്റിക്കറങ്ങി നടന്നിട്ട് അവസാനം അവിടെ ഉണങ്ങിക്കിടന്നിരുന്ന ഒട്ടകത്തിൻ്റെ കാഷ്ടം കയ്യിലെടുത്ത് അതിലിങ്ങനെ ഒന്ന് പൊടിച്ചു നോക്കി. അതിൻ്റെ അകത്ത് നിന്ന് ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരു കിട്ടി. ഇത് സിനിമാ കഥയും സീരിയൽ കഥയും നല്ല കേട്ടോ. ചരിത്രത്തിൽ സീറ ഇബ്നു ഹിഷാമ നോക്കി ഞാൻ വായിക്കുന്നത്. സീറ ഇബ്നു ഹിഷാമിൽ വന്നിട്ടുള്ള
ആ അതായത് ഓരോ നാട്ടിലെ ഒട്ടകത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാവും, അതിൻ്റെ കാഷ്ടത്തിനും ഓരോ പ്രത്യേകത ഉണ്ടാവും. അത് വ്യക്തമായി തിരിച്ചറിയാൻ കഴിവുള്ള അഗ്രഗണ്യനായ ബുദ്ധിമാനായ നേതാവായിരുന്നു അബൂ സുഫിയാൻ. അപ്പോൾ അബൂ സുഫിയാൻ അതിങ്ങനെ പൊളിച്ചു നോക്കിയപ്പം, ആ ഒട്ടകത്തിൻ്റെ കാഷ്ടം ഇങ്ങനെ പൊളിച്ചു നോക്കിയപ്പം അതിൽ ഈത്തപ്പഴത്തിൻ്റെ കുരു കണ്ടപ്പോൾ അയാൾ മനസ്സിലാക്കി, ഹാദിഹി വല്ലാഹി അലഇഫു യസ്രിബ്, ഇത് യസ്രിബ് പട്ടണത്തിൽ തീറ്റിപ്പോറ്റപ്പെട്ട ഒട്ടകത്തിൻ്റെ കാഷ്ടമാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുമാണ്. അവരിവിടെ എവിടെയോ പരിസരത്ത് എത്തിയിട്ടുണ്ട്, നമ്മളെക്കുറിച്ച് അവരെ വിവരം ചോർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഴി പോകുന്നത് സുരക്ഷിതമല്ല എന്ന് തീരുമാനിക്കുകയും നേരെ അദ്ദേഹം കച്ചവട സംഘത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചുപോയി. റസൂലുള്ള പണ്ട് വന്ന കടൽ മാർഗം ഉണ്ടല്ലോ, കടലിൻ്റെ ഭാഗത്തുള്ള ആ മാർഗത്തിലൂടെ തൻ്റെ കച്ചവട സംഘത്തെ മുഴുവനും തിരിച്ചുവിട്ട് ബദറിലുള്ള മുസ്ലിമീങ്ങളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം പിന്നെ മക്കയിലേക്ക് എത്തി. ഈ മക്കയിലേക്കുള്ള വഴിയിൽ അദ്ദേഹം പ്രവേശിച്ചു. മക്കയിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ച് സുരക്ഷിതമായി എന്ന് ഉറപ്പായപ്പം അദ്ദേഹം മക്കാർക്ക് ജുഹ്ഫ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് മക്കയിൽ നിന്ന് വരുമ്പം ജുഹ്ഫ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വെച്ച് പിന്നെ ഒരു ദൂതനെ അയച്ചു. അതായത് മക്ക സൈന്യത്തോട്, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു, നിങ്ങളുടെ സമ്പത്തൊക്കെ സുരക്ഷിതമാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾ ദയവ് ചെയ്ത് തിരിച്ചു പോകണമെന്ന സന്ദേശവുമായിട്ട് അബൂ സുഫിയാൻ ഒരു ആളെ മക്കത്തേക്ക് അല്ലെങ്കിൽ ജുഹ്ഫയിലേക്ക് അബൂ ജഹലിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൻ്റെ അടുക്കലേക്ക് ഒരാളെ അയച്ചു. അബൂ ജഹലിൻ്റെ മുമ്പിൽ ഈ വാർത്ത എത്തി. മുശ്രിക്കുകൾ പറയാം, അതായത് നമ്മൾ കച്ചവട സംഘത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ല യാത്ര പുറപ്പെട്ടത്, ഇനിയിപ്പോൾ അവർ രക്ഷപ്പെട്ടല്ലോ, നമുക്ക് യുദ്ധം വേണ്ട, തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും തിരിച്ചു പോകാൻ തയ്യാറായപ്പം ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ ഫിർഔൻ എന്ന് റസൂലുള്ള വിശേഷിപ്പിച്ച അബൂ ജഹൽ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, വേണ്ട, നമ്മൾ ഏതായാലും പുറപ്പെട്ടതല്ലേ. ബദ്ർ എന്ന് പറഞ്ഞാൽ അറബികളുടെ പ്രധാനപ്പെട്ട സൂക്കുകളിൽ, ചന്തകളിൽ നിന്നുള്ള ഒരു ചന്തയാണല്ലോ. നമുക്ക് ഈ 1300 പേർക്കും അവിടെ പോകാം, എന്നിട്ട് 3 ദിവസം നമുക്ക് അവിടെ താമസിക്കാം. എന്നിട്ടോ ഫനുഖീമു അലൈഹി സലാസൻ ഫനൻഹറുൽ ജസർ, എന്നിട്ട് നമുക്ക് ഈ ഒട്ടകത്തേക്ക് അറുത്ത് വനുത്ഇമു തആമ, അൺലിമിറ്റഡ് ഫുഡ് എല്ലാവർക്കും നൽകി, വനുസ്കിൽ ഖംറ, എല്ലാവർക്കും അൺലിമിറ്റഡ് കള്ളും കുടിപ്പിച്ച്, വതഅസിഫു അലൈനൽ ഖിയാൻ, നൃത്തവും പാട്ടുമൊക്കെ ആയി, വതസ്മഉ ബിനൽ അറബ് വബിമസീരിന വജംഇന, അങ്ങനെ അറബിലുള്ള മുഴുവൻ ആളുകളും നമ്മുടെ ഈ കൂട്ടത്തെ, നമ്മുടെ ഈ യാത്രയൊക്കെ പറ്റി അറിഞ്ഞിട്ട് ഇനി ആരും നമ്മൾക്കെതിരെ കളിക്കാൻ വേണ്ടി ധൈര്യപ്പെടരുത്. അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു സീന് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്കിനി തിരിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ആളുകളെ ആവേശം കയറ്റി. പക്ഷേ അഹ്നസ് ബിൻ ഷരീക്ക് എന്ന് പറഞ്ഞ ഒരാളും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ പിന്നെ ബനു സുഹറ ഗോത്രവും ഇവർ മാത്രം അബൂജഹലിൻ്റെ ഈ കിത്തത്തിനൊത്ത് തുള്ളിയില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാനാണ് വന്നത്. അങ്ങനെയാണ് 300 പേര് തിരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് മുശ്രിക്കീങ്ങൾ 1000 പേരെന്ന് നമ്മൾ പറയുന്നത്. പുറപ്പെടുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു? 1300. ഒറ്റ ബനു സുഹറയിൽപ്പെട്ട സുഹരിയായ ഒറ്റൊരാൾ പോലും ബദറിൽ പങ്കെടുത്തില്ലായിരുന്നു. അഹ്നസ് ബിൻ ഷരീഖിൻ്റെ നേതൃത്വത്തിൽ ആ ഗോത്രം മുഴുവൻ തിരിച്ചുപോയി. ബാക്കി അബൂജഹലും അവൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും വലിയ സന്നാഹത്തോടുകൂടി ബദറിലേക്ക് പുറപ്പെട്ടു. പിന്നെ റസൂലുള്ള നാളെ 16, മറ്റന്നാൾ 17, അപ്പോൾ 15ൻ്റെ അന്ന് രാത്രി, അതായത് 16 റമളാനിൻ്റെ 16 രാവിലെ ഒരു രാത്രി ബാക്കിയുള്ളപ്പം ലഫ്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് തമ്പടിച്ചിരിക്കുന്ന സമയത്താണ് റസൂലുള്ള ഈ വാർത്ത അറിയുന്നത്. പാവപ്പെട്ട, തിന്നാനും കുടിക്കാനും ഇല്ലാത്ത എല്ലും തോലുമായ 313 പേരെയും കൊണ്ട് ബദറിലെത്തിയ ലഫ്രാൻ വരെ എത്തിയ റസൂലുള്ള അപ്പോഴാണ് അറിയുന്നത്, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ യുദ്ധമാണ്, അപ്പോഴാണ് അറിയുന്നത് തങ്ങൾ നേരിടാൻ പോകേണ്ടത് ഒരു ചെറിയ 40-50 വരുന്ന അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു യാത്രാ സംഘത്തെ അല്ല, മറിച്ച് 1000-ഓളം വരുന്ന സർവ്വസന്നാഹങ്ങളുമായി വരുന്ന അറബികൾ മുഴുവൻ ഭയക്കുന്ന നേതാക്കളുള്ള വലിയൊരു സൈന്യത്തെയാണ് തങ്ങൾ നേരിടേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നു. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അവിടെ നിന്ന് തീരുമാനിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.